അതിനകത്ത് ഹൈലൈറ്റ് ഡയലോഗ്, അതിന് തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കോ? എന്റെ അച്ഛന് പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. ഞാൻ നോക്കിയപ്പോ രണ്ടിടത്ത് ഇത് അതെ അതെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് എന്റെ വോയിസ് കണ്ടുപിടിച്ചില്ല. നോക്കി അത് ഇല്ലാത്ത ശബ്ദം. തേങ്ങ പിടിച്ച് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു ഷോട്ടൊക്കെ തിയേറ്ററിൽ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അമ്മമാർക്ക് വിളിക്കുമ്പോ പോലും എന്റെ വോയിസ് സൂട്ട് ആവാതെ എന്നെ റിജക്ട് ചെയ്യലാണ്. ഇല്ല, ഇത് കാവ്യെ പോലെ തോന്നുന്നു, ഇവരെ പോലെ തോന്നുന്നു, അവരെ പോലെ തോന്നുന്നു എന്ന് പറയും. കൽപ്പന ചേച്ചിയുടെ ഏത് ക്യാരക്ടറാണ് ഒരു ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ സിബിലിംഗ് നമുക്ക് ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു ക്യാരക്ടർ? പശുപതിയിലെ UDC. എന്താ ചേഞ്ച്. അപ്പോൾ ഭരതനാട്യം കണ്ടിട്ട് OTT വന്ന് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ ഇതൊരു ഗംഭീര സിനിമയാണ്? വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ അവിടെ തന്നെ ദുബായിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് അവരിപ്പോഴും ഞങ്ങളിപ്പോ കണ്ടു, അതിലവര് നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ തിയേറ്ററിൽ എന്തുകൊണ്ട് വന്നില്ല, അതൊരു വിഷമമുണ്ട്. നന്നായിട്ട് മോഹിനിയാട്ടത്തിലെ നല്ല കിടൽ നാട്ടം കാഴ്ചവെച്ച രണ്ടുപേരാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM. കലാരഞ്ജിനി ആൻഡ് ശ്രീജരവി, വെൽക്കം ടു ക്ലബ് FM. നമസ്കാരം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഭരതനാട്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മോഹിനിയാട്ടത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഭരതനാട്യം ആസ് എ ഹോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ ബാലേട്ടനിലൊക്കെ നമ്മളെ കരയിപ്പിച്ച ഒരു പ്ലോട്ടാണ് കോമഡിയാക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. ഇത് നമ്മളിങ്ങനെ ഇത് ബാക്ക് ഫയർ ചെയ്യുവോ ഇല്ലയോ, ഇങ്ങനൊരു കഥ കഥ കേട്ടിട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഓരോ സീൻ കഴിയുമ്പോൾ സെറ്റിലൊക്കെ വെച്ച് ഒരു ടോക്ക് വരുമല്ലോ, എങ്ങനെ ഇത് പ്രശ്നമാവോ, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടില്ല. അതുപോലെ ഡയറക്ടറിന് ഒരു ക്ലിയർ ഇതുണ്ടായിരുന്നു, നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു. ഓക്കെ, പക്കായിരുന്നു. ഞങ്ങളുടെ പാർട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ ഇതിങ്ങനെ വരുമോ അങ്ങനല്ല എടുത്തത്. ഓക്കെ, നമ്മൾ പിന്നെ ആലോചിക്കണം, ഇതിങ്ങനെ വരുമല്ലേ, അപ്പൊ എടുക്കുമ്പോ ചിന്തിച്ചിട്ടില്ല. ഓക്കെ. ഒരു ക്യാരക്ടർ ബ്രീഫ് പറയുമ്പോഴും ഇപ്പൊ കൃഷ്ണദാസ് എന്തായിട്ടായിരിക്കും ഒരു ബ്രീഫ് പറഞ്ഞിട്ടുണ്ടാവുക? കാരണം ഇതിനൊരു റെഫറൻസ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ അധികം ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരു ക്യാരക്ടർ ബ്രീഫ് എന്തായിരുന്നു കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്യാരക്ടർ, അതായത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരമ്മ രണ്ടാനമ്മയായിട്ട് ഞാൻ വരുന്നു, ഇതൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു ഫൈനലി ഇങ്ങനൊരു റീയൂണിയനിലേക്ക് അവർ എത്തും എന്നുള്ളതൊന്നും അത്ര ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആ മരിച്ചിട്ട് പിന്നെ കാണാൻ ഇവർ തന്നെ ശരി വിളിച്ചോളൂ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഫാമിലീസിൽ ഇങ്ങനെ രണ്ട് വൈഫ്സൊക്കെ ഉണ്ട്, വേറെ ഒരു വീട്ടിലായിരിക്കും ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നോർമൽ ലൈഫിൽ തന്നെ. പക്ഷെ ഇങ്ങനെ ഇത്രയും ആ ഒരു മൂത്ത മകൻ സൈജു ചെയ്ത ആ ക്യാരക്ടർ, ശശിയുടെ ക്യാരക്ടർ, അത്രയും അത് വളരെ ആൾക്കാരുടെ ഇടയിൽ പുള്ളിയുടെ ഒരു റെസ്പെക്റ്റും കാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്ത് നമ്മളെ ഞങ്ങളെയും പുറത്താക്കാതെ നമ്മളെയും ഒരു ഇത് ഹേർട്ട് ചെയ്യാതെ വളരെ വളരെ നല്ല രീതിയിലാണ് പുള്ളി കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ആ കഥാപാത്രങ്ങൾ. ശരിക്കും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, രണ്ട് മക്കള്, അവിടെ മരുമക്കളുടെ കാര്യം, അവയുടെ പ്രശ്നങ്ങള്, പിന്നെ അച്ഛൻ്റെ ഈ ഒരു സംഭവം, അമ്മ എങ്ങനെ മാനേജ് ചെയ്യും, ഇളയമ്മ എങ്ങനെ മാനേജ് ചെയ്യും, അതിലെ മക്കള്, ഈ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ അതിനകത്ത് ഹൈലൈറ്റ് ഡയലോഗ്, അതിന് തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കോ? എന്റെ അച്ഛന് പറ്റുമായിരുന്നു. അതൊരു റയർ സംഭവമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മോഹിനിയാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതിന് മുമ്പാണെങ്കിൽ പോലും ആൾക്കാർ വണ്ടടിക്കുകയാണ്. ഏത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് തൊട്ട് ആൾക്കാർ എന്ന് പറഞ്ഞ് വണ്ടടിക്കുകയാണ്. അപ്പോൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആരുടെ ഐഡിയ ആയിരുന്നത്? ഡയറക്ടറുടെ ഐഡിയ. ഡയറക്ടറാണ് എന്നോട് പറയുന്നത്, ചേച്ചി തന്നെ പറയണം. അതെ, എന്റെ വോയിസിനെ എനിക്ക് പറ്റാതെ വരിക. ഈ വോയിസിൽ അയ്യോ വേണ്ട മക്കളെ ആരെങ്കിലും വിളിക്കേ, പറ്റില്ല. ഫസ്റ്റ് പാർട്ടിൽ ചേച്ചി തന്നെ പറയണം, രണ്ടാമത്തേതിൽ വരുമ്പോ ചേച്ചി ഇതും കൂടെ പറയണം. അത് കഴിഞ്ഞിട്ട് നന്ദു പൊതുവാണ് ഡബ് ചെയ്യണം.
പുള്ളിക്കാരനില്ല തൂങ്ങി ആ മരിക്കുന്നു, അതെ അതെ ആ അതില് വോയിസ് കൊടുത്തിരിക്കുന്നത് ഞാനാ. അതിൽ വോയിസ് ചേച്ചിയാണ് കൊടുത്തേ. അതങ്ങനെ ശബ്ദം പോകുന്നില്ലേ, ആ ആ ആ അങ്ങനെ പറയുന്നില്ലേ ആ മനസ്സിലായി മനസ്സിലായി. രണ്ട് അത് നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുണ്ടല്ലോ, പറയുന്നത് വ്യക്തമാവുന്നില്ല എന്നുള്ളത്. ഓ എന്ന് പറയുന്ന ഞാനാ. എന്താ ചോദിക്കുന്നത്? അത് ആ നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഡയറക്ടർ അങ്ങനെ ചെയ്യിപ്പിച്ചു. ശരിക്ക് അത് ശരി. ഓ എന്റെ വോയിസ് തന്നെ അത് കൊടുത്തിരിക്കണേ. ഓ അടിപൊളി. അത് ക്ലിയർ ഇൻഫർമേഷൻ ആയിരുന്നു. ഇതെല്ലാം ഡയറക്ടറുടെ ഐഡിയ. പുള്ളിയുടെ കൃഷ്ണദാസിന്റെ ഐഡിയ ആയിരുന്നു. ഓക്കെ. കൃഷ്ണദാസ് നല്ല ഒരു ക്ലവർ. പിന്നെ ഒരിക്കലും ഓരോ ഷോട്ടിലും വെച്ച് ഇങ്ങനെ അങ്ങനെ അതൊന്നുമല്ല, വളരെ പതുക്കെ വന്ന് പറയുന്നതാണെങ്കിലും നമുക്ക് എന്താ പറയണേ, നമ്മളെ ക്യാരക്ടറുമായിട്ട് അങ്ങ് മാറുന്ന ലെവലിൽ അദ്ദേഹം പറഞ്ഞു തരും. ഓ മനസ്സിലായി. ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ലൈറ്റ് ആയിട്ട്. വളരെ സോഫ്റ്റ്. അതുപോലെ തന്നെ അതിന്റെ അസോസിയേറ്റ് സാംസൺ. ഓക്കെ. സാംസൺ നമുക്കൊപ്പം നിന്ന് ഇതാക്കിയിട്ടുണ്ട്. ഡയലോഗും പ്രൊമിറ്റ് ചെയ്യുന്ന എല്ലാം സാംസൺ. ഓക്കെ. ക്യാമറാമാൻ അതൊരു എന്താ പറയണേ, നല്ലൊരു ഗ്രൂപ്പിനെ കിട്ടി ഒരുപാട് വർഷത്തിന് ശേഷം. ഓക്കെ. കുടുംബത്തിനെ കുറിച്ച് പറയുന്ന ഒരു കഥയില് സെറ്റിലൊരു കുടുംബമായിരുന്നു. കുടുംബം ഞങ്ങളൊന്നും ക്യാരവനോ ക്രിസ്ത്യൻ ചെയ്യുമ്പോ പോവും, അല്ലാതെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നില്ല. എല്ലാരും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ. പോവാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. വിടത്തില്ലായിരുന്നു. ഇതിപ്പോ എല്ലാരും ഒന്നിച്ചിരുത്തി വർത്താനം. അത് ശരി. ഇപ്പോൾ നന്ദുചേട്ടൻ്റെ ഡബ് ചെയ്തൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ പണ്ട് ശ്രീ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഒരു സിനിമയിലൊക്കെ തന്നെ 2, 3 ക്യാരക്ടേഴ്സിനൊക്കെ ഡബ് ചെയ്യാറുണ്ടായിരുന്നു. പണ്ടത്തെ സമയം അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ? ഇപ്പോഴും അല്ല, ഇപ്പോഴും മോഹിനിയാട്ടത്തില് ഒരു അഡീഷണൽ 2 ക്യാരക്ടറിന് സൗണ്ട് കൊടുത്തിട്ടില്ലേ? ഓട്ടോ ഓടിക്കുന്ന കുട്ടിക്കും. അല്ല കുട്ടിയുടെ വോയിസ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡബിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും. ഞാൻ വേറെ ആർക്കും ചെയ്തിട്ടില്ല. ഓ ശരി. ഞാൻ നോക്കിയപ്പോ 2 ഇടത്ത് ഇത് അതെ അതെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് എന്റെ വോയിസ് കണ്ടുപിടിച്ചില്ല, നോക്കി അത് ഇല്ലാത്ത ശബ്ദം. അല്ല അത് ഞാൻ വിചാരിച്ച് ചിലപ്പോൾ നന്ദുചേട്ടനോ അല്ലെങ്കിൽ അവരങ്ങനെ ഹസ്കിയായിട്ട് സംസാരിച്ചു. പക്ഷെ എനിക്കത് എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ഇല്ലേ, അടഞ്ഞ ശബ്ദത്തില് അങ്ങോട്ട് സംസാരിക്കുന്നത്, അതിലെനിക്ക് പിടുത്തം കിട്ടിയില്ല. പേടിയാന്ന് പറയുന്നില്ലേ, നിന്നെ കൊണ്ട് പറയിച്ചത്. കിടന്ന് ചിരിച്ചാണ്. ഞാൻ വേറെ ആർക്കും ചെയ്തിട്ടില്ല. ഓ ഓക്കെ. ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പടത്തിലോ? അല്ലെ, മുമ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ മുതല് പ്രായമുള്ള അമ്മ വരെ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ സിഗ്നേച്ചർ ഐറ്റം ആണല്ലോ. വലിയ കഴിവാണ് ഡബിങ് എന്ന് പറയുന്നത്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡബിങ് ആർട്ടിസ്റ്റുകൾ. അവരെനിക്ക് ഭയങ്കര ബഹുമാനം. കാരണം നമ്മളൊക്കെ അഭിനയിക്കുന്നത് കൂടെ വില്ലനുണ്ട്, അല്ലെ ഹീറോ ഉണ്ട്, അവരോടൊക്കെയാണ്. അപ്പൊ റിയാക്ഷൻ കണ്ടാണ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒരു ഇരുട്ട് മുറിയില് ഒരു റിയാക്ഷനും കാണാതെ ശബ്ദം കൊണ്ട് കൊടുക്കുന്നില്ലേ, അതെ മനസ്സിലായി. അതിന് കണക്ട് ചെയ്തിട്ടാണ് പറയാം. എനിക്ക് തോന്നുന്നു ഒരിക്കല് ഞാൻ കേട്ടൊരു സംഭവമാണ് അത്. ഫോർ ദ പീപ്പിളിന്റെ ഡബിങ്ങിന്റെ സമയത്ത് ജയരാജ് സാറ് ഇങ്ങനെ നമ്മുടെ ഹരിശ്രീ ചേട്ടൻ മറ്റേ നമ്മുടെ ഹരിശ്രീ പ്രവീൺ ചേട്ടൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു മാജിക് ഇപ്പൊ കണ്ടോ എന്ന് പറഞ്ഞ് ശ്രീജ തുടങ്ങിക്കും എന്ന് പറഞ്ഞ്, അതായത് അതിനകത്ത് ആ ക്യാരക്ടറിന് ഭയങ്കര ഇമോഷൻ കൊടുത്തു. ഫോർ ദ പീപ്പിൾ ഇപ്പോൾ അതിനകത്ത് ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരാൾ എന്നോട് പറഞ്ഞത് മരം പോലെ നിന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ആ ക്യാരക്ടറിന് കൊടുത്തത് ആ ഡബിങ്ങിലാണ്. ആ മാജിക്ക് ലൈവായിട്ട് ജയരാജ് സാറും ഈ ഹരിശ്രീ ചേട്ടനും ഇങ്ങനെ ഇവര് കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയുന്ന എന്നോട് കൂടെ പറയണ്ടേ, എനിക്ക് സന്തോഷമാവില്ല. അത് പറയില്ലേ ഇവര്. അതൊക്കെ വലിയ കഴിവാണ്. അതെ, ഇപ്പോൾ ഒരു നന്ദി പറയട്ടെ അവർക്ക്. ഇപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേനും മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ ദൃശ്യത്തിന്റെ ഒക്കെ അതായത് ഒരു ഫാമിലിക്ക് ട്രോമ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ദൃശ്യത്തിൽ കാണിച്ചത്. പക്ഷെ അതേ ട്രോമ ഇവിടെ വരുമ്പോഴത്തേനും അത് കോമഡിയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ സീൻസ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഭയങ്കര അൺകൺവെൻഷനാണ്. അത് ഈ സിറ്റുവേഷനിൽ ആരെങ്കിലും ജ്യൂസും കൊണ്ടുവരുമോ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ചില ഇത്. പക്ഷെ അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോഴും ആ ലൈവ് സിറ്റുവേഷനിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നോ ഇത് തിയേറ്ററിൽ കൊളുത്തും അല്ലെങ്കിൽ ഇതൊക്കെ ഇത് വർക്ക് ആവുന്നുണ്ടെന്നൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നോ? അതെ അതെ, ഞങ്ങൾക്ക് അപ്പൊ തോന്നിയത് എന്ത് ചായ, പിന്നെ മോന്റെ അടുക്ക പറയത്തില്ലേ ചായ എന്ന് പറഞ്ഞ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് ചിരി വന്നു. ശരിക്ക് സൈജുവിന്റെ റിയാക്ഷനും കൊണ്ടുമ്പോ എനിക്ക് ചിരി വന്നു. അതുപോലെ പല സ്ഥലത്തും തോന്നും. മറ്റേ ജഗദീഷ് ചേട്ടൻ വന്നിട്ട് കട്ട് ചെയ്യുന്ന
കട്ട് ചെയ്യാൻ വിളിക്കത്തില്ലേ, അപ്പൊ ഞാൻ ജ്യൂസും കൊണ്ടുവരത്തില്ല. വരുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വെക്കുന്നത്. ശരിക്കും അപ്പോഴൊക്കെ ഞങ്ങൾ ശരിയാണ്. ചെയ്ത് ഇപ്പൊ മോഹിനിയാട്ടം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേനും നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ മൊമെന്റ്സ് തന്നെയാണോ ക്ലാപ്പ് കിട്ടിയിട്ടുള്ളത്? ഉറപ്പായിട്ടും. അതെ, ഓരോ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ ഡയലോഗ്സ് കേൾക്കുമ്പോൾ ഒരു ചിരി തോന്നിയിരുന്നു. അപ്പൊ അത് ഓഡിയൻസിന്റെ അവരുടെ സൈഡിൽ നിന്ന് അത്രയ്ക്കും ഫുൾ ലാഫ്റ്ററിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കയ്യടിയും പോയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഓരോ ഡയലോഗ് ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളും അപ്പൊ ആദ്യമായിട്ട് കേൾക്കുകയല്ലേ ഡയറക്റ്റ് പറയുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ചിരി വരും. അപ്പൊ നറേറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കൃഷ്ണദാസ് പറയുമ്പോൾ കൂടുതൽ നമുക്ക് തമാശയായിട്ട് തോന്നും. പുള്ളി ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു ബേബി സ്റ്റൈലിലെ പുള്ളി പറയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് പറയുന്നേക്കുന്നത്. ഡയലോഗ്സ് മാത്രം എനിക്കൊന്നും ഒരു ആക്ഷൻസ് ഇപ്പൊ ചേച്ചിയാണെങ്കിലും തേങ്ങ പിടിച്ച് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു ഷോട്ടൊക്കെ തിയേറ്ററിൽ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പോസും പിന്നെ തല കുനിച്ചിട്ട് എന്താ നോക്കുന്നത് മൈന്യൂട്ട് ഒരു ലുക്കും ഒരു ഭയങ്കര രസമായിരുന്നു. അത് അവിടെ നിന്ന് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ അപ്പൊ പോയി പറയേച്ചി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഓരോരോ എക്സ്പ്രഷൻസ് കാണാൻ. തലയാട്ടുന്നൊക്കെ അത് കൈ നിട്ടാണോ? എല്ലാം കൈ നടുന്നതാണ് ചേച്ചിയുടെ ഭയങ്കര. അത് അത്ര ഇംപ്രൂവൈസ് ചെയ്ത് ചേച്ചി കൊടുക്കും. ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചു നിന്നാൽ മതിയെങ്കിൽ ഞാനൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. ചേച്ചി ഒരു പോസിലൊക്കെ നിന്നിട്ട് എന്തൊക്കെയോ ഭയങ്കര രസമായിരുന്നു അത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയുക, ഇപ്പൊ ഭരതനാട്യം 1 കണ്ടിട്ട് കുറെ പേര് OTT-ലാണ് ഇത് എൻജോയ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊരു ബൂസ്റ്റാണ് ഈ പറഞ്ഞ മോഹിനിയാട്ടത്തിലേക്കും വന്നിട്ടുള്ളത്. ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സും ഭരതനാട്യമാണ്. അപ്പോൾ ഭരതനാട്യം കണ്ടിട്ട് OTT-ൽ വന്ന് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ ഇതൊരു ഗംഭീര സിനിമയാണ്? വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ തന്നെ ദുബായിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവരിപ്പോഴും ഞങ്ങളിപ്പോ കണ്ടു, ഇന്നലെ കണ്ടതേ ഉള്ളൂ, അതിലവര് നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ തിയേറ്ററിൽ എന്തുകൊണ്ട് വന്നില്ല, അതൊരു വിഷമം. മനസ്സിലായിട്ട് എനിക്കൊന്ന് ചില സിനിമകൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പിന്നീടാണ് അതിന്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായ ചരിത്രമുണ്ട്. ഇപ്പൊ ആട് ഇപ്പൊ അങ്ങനെ ഉണ്ടായതാണല്ലോ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇത് സെക്കൻഡ് പാർട്ട് ഒരു ഫാമിലി സബ്ജക്റ്റ്. സെക്കൻഡ് പാർട്ട് വരുന്നത് ഇത് അപൂർവമാണ്. ഓക്കെ, മനസ്സിലായി. ഇതൊരു കുടുംബം, അച്ഛൻ, അമ്മ, മക്കള്, ഒരു രണ്ടാനമ്മ, അതിൻ്റെ ഒരു കുട്ടി. ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു ഗ്രൂപ്പിനെ സെക്കൻഡ് പാർട്ടായിട്ട് കൊണ്ടുവന്നത് അതൊരു വെറൈറ്റി സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ ശ്രീ ചേച്ചി ആക്ടിങ്ങിലേക്ക് ഫോക്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അപ്പോൾ പണ്ടേ ചേച്ചി ചെയ്തിട്ടുണ്ട്, കണ്ടുകൊണ്ടേൻ്റെ ഒരു ചെറിയ പോർഷൻസും പണ്ടോടെ ചെയ്ത് വരുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം ഓക്കെ. ഞാൻ പക്ഷെ പേഴ്സണലി ഇപ്പം ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തോടെ നമ്മളെ വരണേ ആവശ്യമുള്ള സിനിമയിലാണ് പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്ത് തുടങ്ങിയത്. അതെ, അപ്പോൾ പണ്ട് ഈ ആക്ടിങ് അപ്പോൾ ഉള്ളിലുള്ള സമയത്ത് നമ്മൾ കുറേ എക്സലൻറ്റ് ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ തോന്നിയിട്ടുണ്ടോ ഈശ്വര കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ ഡബ് ചെയ്തിട്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ അറിയോ, അങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ഒരു ഭയങ്കര ഒരു ക്രേസിലോ അല്ലെങ്കിൽ ഒരു ആശയിലൊന്നും അല്ല ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തത്. നമ്മൾ വയറ്റുപഴപ്പിന് വേണ്ടി ഡബ്ബിങ്ങിൽ കയറി അങ്ങനെ ചെറിയ ചെറിയ റോൾസ് ചെയ്തു. പിന്നെ ഡബ്ബിങ്ങിൽ തന്നെ കുറച്ച് വലിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും പിന്നെ അതൊരു എന്താ പറയുക ഒരു ഏർണിങ് ബ്രെഡ് വിന്നർ എന്നുള്ള രീതിയിലുള്ള ഒരു ആയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് അയ്യോ ആ റോള് ചെയ്യായിരുന്നു അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അമ്മയ്ക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, ഞാൻ നല്ലൊരു നടിയാവണം, ഒരു ഹീറോയിൻ ആവണം, അല്ലെങ്കിൽ ഒരു എയറോസ്റ്റസ് ആവണം, ഇങ്ങനെയൊക്കെ അമ്മമാര് ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഓൺ ദ ഫ്ലോ വരുന്ന പോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് ശരി, ഓക്കെ. എപ്പോഴെങ്കിലും അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നു, അപ്പോൾ അത് നമുക്ക് ഭയങ്കര അത് കട്ട് ചെയ്ത് പോയിട്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും, കുറേ പോയിട്ടുണ്ടാവും. അഭിനയിച്ചാൽ തന്നെ ഇപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ടോ എന്നാലും ആ സീൻ വെക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അയ്യോ ആ സീൻ ഉണ്ടായിരുന്നെങ്കിൽ പറയാറില്ല. ഇല്ല, നമ്മൾ കാരണം ഡയറക്ടർക്ക് അറിയാലോ, അവരത് കട്ട് ചെയ്യുന്നതിന് ഒരു കാരണം ഉണ്ടാവും, അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീൻ ഇൻസേർട്ട് ചെയ്യാൻ. സോ ജെന്യൂൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തിട്ട് അവരെയും കൂടെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്ക് വേണ്ടി പടം എന്ന് പറയുന്ന ഒരു ടീം, ഒരു സ്റ്റോറിയാണ് അതിന്റെ ബേസ്. അപ്പോൾ അത് പിന്നെ തടസ്സപ്പെടാൻ ഒരിക്കലും ഒരു ഡയറക്ടർ ആഗ്രഹിക്കില്ല. അപ്പം അതിനാവശ്യം
ആവശ്യമുള്ളതൊക്കെ പുള്ളി വെച്ച് ആവശ്യമില്ല എന്ന് തോന്നുന്നതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാരണം പുള്ളി മനസ്സിൽ കണ്ടാണെന്ന് വെച്ചാൽ അതെ അതെ വിട്ടുകളയും അങ്ങനെ അല്ലേ? ഡിലീറ്റഡ് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരണ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ സീൻസ് ഒക്കെ പുറത്ത് വന്നിരുന്നു. ഓ അത് ശരി. ഓക്കെ. എപ്പോഴെങ്കിലും ശ്രീജിക്ക് കലശിക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല എനിക്ക് ഡബ്ബയിട്ടില്ല. ഞാൻ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല ഇല്ല. ഭാഗ്യലക്ഷ്മിയും അമ്പിളിയായിരുന്നു തോന്നൂല്ലേ? അമ്പിളി തുടക്കത്തിൽ ഭാഗ്യലക്ഷ്മി കുറെ അമ്പിളിയാണ് ചെയ്തത് അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ഒത്തിരി അമ്പിളി ബാക്കി ചെയ്തത്. ഓ ശരി. ആ സമയത്ത് ഒരു 70s 80s സമയത്തൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ണിമേരിയുടെ നല്ല ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എനിക്ക് രണ്ടാള് സുന്ദരിയല്ലേ? അതെ രണ്ടുപേരും. പക്ഷേ ഞാൻ ആരാധിക്കുന്ന ഒരു നടി, അത്രയും സൗന്ദര്യമുള്ളൊരു നടി. ഇവിടെ എന്താ കുറവ്? അതെ ഇവിടെ എന്താ കുറവ്? ഉണ്ണിമേരിയൊക്കെ ഭയങ്കര സുന്ദരിയുള്ള. ഇത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻഡസ്ട്രിയിൽ പണ്ട് 80s 90s ഇപ്പോൾ ഏർലി 2000s നമ്മളിപ്പോൾ 2026 വരെ എത്താണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ 80s 90s ഒക്കെ ആ ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്, ആ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് റെക്കഗ്നേഷൻ ഇല്ലാതിരുന്ന ഒരുപാട് മേഖലകൾക്ക് ഇപ്പോൾ റെക്കഗ്നേഷൻ കിട്ടുന്നുമുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷെ അന്ന് എന്തുകൊണ്ട് ഇത് കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു സംഭവം തോന്നിയിട്ടുണ്ടോ? പക്ഷെ അന്നുണ്ടായിരുന്ന പലതും ഇന്നില്ല. സ്റ്റുഡിയോസ് ഓക്കെ. ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോയിൽ മാത്രം AVM അങ്ങനെയൊക്കെയുള്ള വലിയ സ്റ്റുഡിയോസ്. ഇന്ന് അതില്ല. എന്നാൽ ഇന്ന് ഇതുപോലെ ഒരുപാട് മേഖലകൾ വേറെ രീതിയിൽ വന്നു. അപ്പം അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള, എന്തുകൊണ്ട് അന്ന് വന്നില്ല എന്ന് വിചാരിച്ചു. അന്നില്ലാത്ത പലതും ഇന്ന് പോയിരിക്കുന്നു. അപ്പം അതിലൊരു നഷ്ടം ഇന്നുണ്ട്. സ്റ്റുഡിയോസിൽ AVM വിജയൊക്കെ കാണുമ്പോൾ വാഗിനിയൊന്നും ആ സൈഡിൽ പോകുമ്പോൾ അതൊരു ദുഃഖം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്ന പുതിയതും നല്ല നല്ലതായിരുന്നു. ഇപ്പം ചില സമയത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അന്ന് ചെയ്ത ചില ഇൻപുട്സിനൊക്കെ ചിലപ്പോൾ ഇന്നായിരിക്കും റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടാവാം. മേ ബി ആസ് ഡബിങ് ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ആസ് ചെയ്ത റോൾസിനൊക്കെ ആവാം. ഡബിങ് ആർട്ടിസ്റ്റുകൾ അവരുടെ ഒരു കാറ്റഗറി, ഞങ്ങളുടെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അന്ന് കിട്ടാത്ത ഒരുപാട് റെക്കഗ്നിഷൻ ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്കുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റിന് അന്നും ഇന്നും അവർ ലൈം ലൈറ്റിലുള്ളതുകൊണ്ട് ലൈക്ക് പ്രൊജക്ഷൻ കൂടുതലാണല്ലോ. അവർ ഒരു സീനിൽ അഭിനയിച്ചാൽ പോലും എല്ലാവരും അറിയും. പക്ഷേ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എത്ര വലിയ വലിയ ക്യാരക്ടേഴ്സ് ഡബ് ചെയ്ത ആൾക്കാരാണെങ്കിലും അവരൊന്നും ആരും പുറത്ത് അങ്ങനെ അറിയില്ല, ആരും അങ്ങനെ പറയൂല. പിന്നെ വളരെ റെയറായിട്ട് പിന്നെ ഇപ്പം നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആനന്ദവല്ലി ചേച്ചി, കോട്ടയം ശാൻ ചേച്ചി, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അന്നൊരു ഇന്റർവ്യൂ പോലും നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എത്രയോ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളെയൊന്നും ആരും അങ്ങനെ വിളിക്കാറോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി ചോദിക്കാറോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇന്ന വോയിസ് ഇന്നാള് ചെയ്തു. അതെ, ഞാൻ പോലും ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ എന്നുള്ളത് അറിയുന്നത്. അതെ, അങ്ങനെയാണ് ഇപ്പം ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന കാറ്റഗറിയിൽ എനിക്ക് കുറച്ചുകൂടെ പോപ്പുലാരിറ്റിയും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയതും സോഷ്യൽ മീഡിയ വഴിയാണെന്ന് എനിക്ക് പറയാനുള്ളത് അല്ലേ. പിന്നെ അന്ന് ഞാൻ കേട്ടൊരു സംഭവം കൊണ്ടുണ്ട്, അത് പണ്ട് പറയായിരുന്നെന്ന്. അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് ഈ 80s സമയത്ത് കേട്ടോ, ആ കാലത്ത് ഇപ്പോൾ ഹീറോസിൻ്റെ കേസിലാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്, എത്രത്തോളം സത്യം എന്നറിയില്ല. അയാളുടെ വോയിസ് അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് ഇൻഡസ്ട്രിയിൽ അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്താൽ തന്നെ ഇത് കഴിവതും പുറത്തറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആയിരിക്കാം. അന്ന് അങ്ങനെയാണ് പറയുക. ആർട്ടിസ്റ്റുകൾ അവർ പോലും സ്വയം പറയില്ല, കാരണം അവരല്ല ഡബ് ചെയ്തതെന്ന് അറിയുമ്പം അവർക്കൊരു എന്താ പറയുക, അവരുടെ ഒരു പേരിന് കളങ്കം തട്ടുന്ന പോലെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ ഒന്ന് പറയാറുണ്ട്. പിന്നെ അവാർഡിന്റെ കാര്യത്തിന് ഓൺ വോയിസ് ആണെങ്കിലാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ വോയിസൊക്കെ ഹിഡൻ ആയിട്ട് വെക്കുകയായിരുന്നു പതിവ്. ഓ ശരി. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ഒരു റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഭരതൻ നായരാണ് സത്യം, ഇതാണ് റൗണ്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന് സത്യമായിട്ടുള്ള ഉത്തരം പറയണം. ഓക്കെ, ഭരതൻ നായരാണ് ഡബ് ചെയ്തിട്ട് ഏറ്റവും ക്രിഞ്ചായിട്ട് തോന്നിയ ഡയലോഗ്? ഈ പടത്തിലോ? അല്ല, ഏത് വേണമെങ്കിലും പറയാം. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈങ്കിളായിട്ടോ അല്ലെങ്കിൽ ഈശ്വര ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ ഈ ഡയലോഗ് പറഞ്ഞു പോകുന്നു. അത് ഭരതൻ നായരാണ് സത്യം. കാസിനോ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു തെറി പറയാനുണ്ടായിരുന്നു. ഓക്കെ, ശ്രേയയ്ക്ക് വേണ്ടി. അത് പറയണോ വേണോ, അത് എഡിറ്റിൽ പോവില്ലേ, പറയണ്ട എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ ഇല്ല പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഒരു എഫ് ഇട്ടിട്ടുള്ള ഒരു വാക്ക് എന്നെ കൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു. അതെ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇനി കലച്ചേച്ചിയോടെ ഭരതൻ നായരാണ് അഭിനയിച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു ക്യാരക്ടർ? വിനീതും ബേസിലും മറ്റേ അപർണ അഭിനയിച്ച മനോഹരം. ആ
അതിന് ഞാൻ ചെയ്യണേ, എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല അതിനകത്ത്, ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ ഡയറക്ടറുടെ നിർബന്ധം കൊണ്ട് എന്നെ വിളിച്ച് ചെയ്തതാ. പടം കണ്ടിട്ടു ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് ഇപ്പോഴും തോന്നുന്ന പടം അതാണ്. മനോഹരമാണ്. ഓക്കെ, ശരി. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. ഭരതൻ നായരാണ് ഫ്ലോപ്പ് അടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് ഹിറ്റായ പടം. അത് ഏത് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഡബ് ചെയ്തതോ അഭിനയിച്ചതോ അല്ലെങ്കിൽ കലച്ചേച്ചി അഭിനയിച്ചതോ ഏത് വേണമെങ്കിലും പറയാം. ഇത് എങ്ങനെ എഫക്റ്റ് ആവും, എങ്ങനെ ഇത് ശരിയാവും, ചിലപ്പോൾ ശരിയാവുമായിരിക്കും, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. മനസ്സിലായി. എന്നാലും ഇത് പൊട്ടുമെന്നോ അങ്ങനെ വിചാരിച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായി. വിജയിക്കും എന്നുള്ള ഇതിലാണ് ചെയ്തത്. വിജയിക്കണേന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങാറും. ഞാൻ ആ തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോഴും ഇത് നല്ല ഹിറ്റ് ആവണേ, ഈ പടം നന്നായി ഓടണേ. എങ്കിൽ ഒരുവർക്കും, ഞങ്ങൾ ഒരുവർക്കും. ഓക്കെ, അപ്പോൾ ഭരതൻ നായരാണ് ഡബ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ശാലിനി ഓർ കാവ്യ മാധവൻ? രണ്ടും ഫേവറേറ്റ്. ഒറ്റൊരാളെ പറയാൻ പറ്റത്തുള്ളൂ. കാവ്യ. സത്യമാണ് കാവ്യ. ഓക്കെ, ആസ് എൻ ആർട്ടിസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇന്നാളാണ്. ഭരതൻ നായരാണ് സത്യം. ആരാണ്? കൽപ്പന. ഉർവശി ചെയ്യുന്നില്ല എന്നല്ല, കൽപ്പനയാണ് എന്നെ ഞെട്ടിച്ച നടി. ഓക്കെ, അത്ര നിമിഷം കൊണ്ടാണ് അവള് ചിരിക്കത്ത് പോലുമില്ല ഓരോ കോമഡി പറയുന്നത്. അതെനിക്ക് വിസ്മയം തന്നെയാണ് അന്നും ഇന്നും. പിന്നെ ഇപ്പോൾ പൊടിമോള്, അതെൻ്റെ പൊടിമോള് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പുറത്തുള്ള ആർട്ടിസ്റ്റുകളെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. സുകുമാരി മുതൽ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാ വേഷവും ചെയ്യാൻ കഴിയുന്ന ഒറ്റ നടിയാണ് സുകുമാരി അമ്മ. ഏത് വേഷത്തിൽ വന്നാലും അത് തന്നെയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതൊക്കെ വിസ്മയം തന്നെയാണ്. പിന്നെ KPSC ലളിത, അങ്ങനെ ഒത്തിരി നടിമാരുണ്ട്. 3 പേരെ പറഞ്ഞു. ഒരാളെ ലോക്ക് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് കൽമ ചേച്ചി ലോക്ക് ചെയ്താലോ? ഓക്കെ, അവള് തന്നെയാണ് സെറ്റ്. കൽമ ചേച്ചിയുടെ ഏത് ക്യാരക്ടറാണ് ഒരു ഭയങ്കര എന്ന് വെച്ചാൽ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ സിബിലിംഗ് നമുക്ക് ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു ക്യാരക്ടർ ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ മനസ്സിൽ രജിസ്റ്റർ ആയി കിടക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ചാർലി മുതൽ തനിച്ചല്ല ഞാൻ. പിന്നെ പശുപതി, കൈക്കൊടുന്ന നിലാവ്. പശുപതിയിലെ UDC എന്താ ചേഞ്ച്, മനസ്സിലായി. അപ്പം ഒന്നും മറക്കാൻ പറ്റും. ലാലേട്ടൻ്റെ കൂടെ ഒരു ടീച്ചറായിട്ട് ഇന്റർവ്യൂവിന് വരുന്നില്ലേ? സത്യനികാട് സാറിന്റെ സിനിമ എന്നും എപ്പോഴും ബിന്ദു നൈനാൻ. അതൊക്കെ ഒരു നിമിഷം കൊണ്ട്. അപ്പോൾ അതൊക്കെ കൽപ്പന എന്ന് പറയുമ്പം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഉർവശിയുടെ വേറെ, അത് വേറെ, അത് മറ്റൊരു മാസമാണ്. ഉർവശി ചേച്ചി ഭരതനാട്യം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പൊടിമോള് കണ്ടിട്ടില്ല. കണ്ടിട്ട് കൊള്ളാൻ ചേച്ചി, നന്നായിരിക്കുന്നു. ആദ്യം മാത്രം ഇച്ചിരി ഒരിതുണ്ട്, ബാക്കി നന്നായിരിക്കും, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ചില ആക്ടേഴ്സ് ചോദിക്കാറുണ്ടെന്ന്, അതായത് സ്ക്രിപ്റ്റ് കേട്ടിട്ട് വൈ മീ എന്ന് ഡയറക്ടറോട് ചോദിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു? സ്ക്രിപ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണും, ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കാണും, പക്ഷേ ഡയറക്ടർ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടി വൈ മീ എന്ന് ചോദിക്കുന്നത് ചിലരുടെ പ്രോസസ്സാണ്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഇപ്പോൾ കലചേച്ചിയുടെയും ശ്രീചേച്ചിയുടെ ഒക്കെ ഒരു പ്രോസസ്സ് എന്താണ് ഒരു സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം? ഈ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ അല്ലെ ഭരതനാട്യം മുതൽ പറഞ്ഞാൽ അത് തന്നെ പറയാം. ആദ്യം എഴുതി വെച്ചിരുന്ന 2 കഥാപാത്രം കൃഷ്ണദാസ്, ഒന്ന് കലാരഞ്ജിനി, ഒന്ന് നന്ദു പൊതുവാൾ. 3-മതാണ് ശ്രീചയുടെ പേര് വരുന്നത്. ഇത് അദ്ദേഹം ആദ്യമേ ഇന്ന ആൾക്കാർ ഇന്ന കഥാപാത്രം എഴുതി വെച്ചിരുന്നു, പേര് സഹിതം. പിന്നെ ഞങ്ങളുടെ ഇവയുടെയൊക്കെ ഡേറ്റിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ ബിസി അല്ലായിരുന്നു. ഞാൻ ബിസി അല്ല, ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നില്ല. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സോഫി സുജാതയ്ക്ക് ശേഷം ചെയ്യുന്ന പടമാണ്. ഞാൻ അങ്ങനെ ബിസി ആയിട്ട് അടുത്തടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടറും അല്ല. എൻ്റെ മനസ്സിന് തോന്നണം. കൃഷ്ണദാസ് ഫോണിൽ കൂടിയാണ് കഥ പറയുന്നതും. സൈജു ഡേറ്റ് ചോദിക്കുന്നു. ഈ കഥ പറഞ്ഞ് ഈ കഥാപാത്രം പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. അതുപോലെ നമ്മളെ അവര് തന്നെ എന്തുകൊണ്ട് എന്നെ എന്ന് ഞാൻ കൃഷ്ണദാസിനോട് ചോദിച്ചു. എൻ്റെ മനസ്സിലുള്ള കഥാപാത്രം കലച്ചേച്ചി പോലെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ശ്രീ ചേച്ചിയുടെ ഒരു പ്രോസസ് എന്താണ് ആസ് ആൻ ആക്ടർ? എനിക്ക് ഒരുപാട് അങ്ങനെ എല്ലായിടത്തും ചോദിക്കാനുള്ള ആ ഒരു ലിബർട്ടി, ഇപ്പം ചേച്ചി ചോദിക്കുന്ന പോലെ ഒരു
ആർട്ടിസ്റ്റ്, വലിയ ആർട്ടിസ്റ്റ് അല്ലല്ലോ ഞാൻ ഡബ്ബിങ്ങിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് അവർ വിളിച്ച് തരുന്ന ഒരു ക്യാരക്ടറിന് ഞാൻ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ഓക്കെ പറയും. പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിലുണ്ടാവും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കൃഷ്ണദാസിനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ഇന്നസെൻ്റ് ആയിട്ട് ഭയങ്കര ഒരു നന്മയുള്ള ഒരാളായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മുഖവും അങ്ങനെ ഒരു ആൾ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതൊന്ന്. പിന്നെ ഞാൻ തമിഴ് പടം ഇപ്പോൾ ഒന്ന് ധനുഷിൻ്റെ അമ്മയായിട്ടൊരു പടം കര എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് ആവാനുള്ളത്, അതെ ഏപ്രിൽ 30 റിലീസാണ്. അപ്പോൾ ആ ഡയറക്ടർ എടുത്ത് ധനുഷിൻ്റെ അമ്മയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നപ്പോൾ എന്താണ് വിഘ്നേഷ് രാജ ഡയറക്ടർ. അപ്പോൾ എനിക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര, ധനുഷ് എന്ന് പറയുന്ന വലിയ ആക്ടറല്ലേ, അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷനിൽ KS രവികുമാർ സാറിൻ്റെ വൈഫായിട്ട് അങ്ങനെ എന്നെ വിളിക്കാൻ എന്താ കാരണം എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായ എന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് മാത്രം എക്സ്പീരിയൻസ് ഉള്ള എന്നെ വിളിച്ചത് എന്താന്ന് ഞാൻ ചോദിച്ചു. കഥയൊക്കെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹത്തിന് ചെറിയൊരു സംശയം ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലമ്മ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ പടം കണ്ടു, അത് കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിലൊരു ജെന്യൂൻ ഫീൽ ഉണ്ടായിരുന്നു. ഒരു അഭിനയം പോലെ അല്ലാതെ ഒരു റോ ക്യാരക്ടറായിട്ട് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഡയറക്ടർ അടുത്തും ഡിസ്കസ് ചെയ്തു, അഭിഷാൻ്റെ അടുത്തും ചോദിച്ചു. അപ്പോൾ ഇല്ല, നിങ്ങളത് നന്നായി ചെയ്യും എന്നുള്ളൊരു ഉറപ്പും വന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം. പക്ഷെ അത് തീർന്ന് അദ്ദേഹം നല്ലതാണെന്ന് പറയുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കോമ്പിനേഷൻ ധനുഷിന്റെ കൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പാളി പോകാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി 2000+ മൂവീസ് ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ക്രൈം ഫൈലിലെ മാസ് ഡയലോഗ്, പിന്നെ സംഗീത, അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഡ്ലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ, ഈ സാധനവും ചെയ്തിട്ടുണ്ട്. ദേവസേന പോലത്തെ ആ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത്രയും കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ വോയിസ് കൊണ്ട് ചെയ്യുന്നതിന് ഈശ്വര സ്റ്റോക്ക് തീർന്നോ അങ്ങനെ ഒരു ഡൗട്ട് തോന്നാറുണ്ടോ? അങ്ങനെയൊന്നും തോന്നി. കാരണം എന്നെ വിളിക്കുമ്പോൾ ഡയറക്ടർക്ക് ഞാനത് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണല്ലോ വിളിക്കുന്നത്. എൻ്റെ വോയിസിന് ആ ഒരു ക്യാരക്ടറിന് ചേരുന്ന വോയിസ് എൻ്റെതാണെന്ന് തോന്നിയതുകൊണ്ടും ആയിരിക്കും. അല്ലാതെ ഒരിക്കലും എൻ്റെ വോയിസിന് മാച്ച് ആവാത്ത ഒരു ക്യാരക്ടർ ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം അങ്ങനെ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നതല്ലല്ലോ. ഇപ്പോൾ ഒരു ക്യാരക്ടറിന് ഇന്ന വോയിസ് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും അല്ലല്ലോ. ആ ക്യാരക്ടർ എന്താണ് അഭിനയിച്ചിരിക്കുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജിനും അവരുടെ ആ ക്യാരക്ടറിന് എന്താണ് എമോഷൻ വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ സോഫ്റ്റ് സ്പോക്കൺ ആണോ, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാണോ. ഇപ്പോൾ റോമയെ പോലൊക്കെയാണ് കുറച്ച് അടിപൊളി ക്യാരക്ടറായിട്ടൊക്കെ അല്ലേ. അതെ അതെ, അങ്ങനെ എന്താണ് ആ ക്യാരക്ടറിന് ആവശ്യം, അതുപോലെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അവരുടെ ഗൈഡൻസ് പ്രകാരം നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അതെ, ഇപ്പോൾ പണ്ട് സ്പെസിഫിക് ഫീൽഡിലുള്ള ആൾക്കാർ അതാത് ഫീൽഡ് മാത്രമാണ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ റൈറ്റിംഗ് മാത്രം, ഡബിങ് ആർട്ടിസ്റ്റ് ഡബിങ് മാത്രം. ഇപ്പോൾ ഇന്ന് കാലഘട്ടം മാറി. ഇപ്പോൾ DOPs എഴുതുന്നവരുണ്ട്, എഴുതുന്ന ആൾക്കാർ പിന്നെ ഡയറക്ടർ ആവുന്നുണ്ട്, ഇപ്പോൾ സിംഗേഴ്സ് ആക്ടേഴ്സ് ആവുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ ബേബി ജീൻ ഉണ്ട്, ഇപ്പോൾ ശ്രീ ചേച്ചി ഇപ്പോൾ അതെ അപാര ആക്ടിങ് ആയിരുന്നു പുള്ളി. അപ്പോൾ ഇപ്പോൾ ശ്രീ ചേച്ചി ആണെങ്കിലും ആക്ടിങ്ങിലേക്ക് വന്നു. അപ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ ഷിഫ്റ്റാണ്. പക്ഷേ പിന്നെ തിരിച്ച് പിന്നെയും ചെയ്യുന്ന ഒരു ഫീൽഡ് മാത്രമേ ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് തിരിച്ചു പോകാന്നിരിക്കട്ടെ, ഒരു ഇമാജിനറി സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇപ്പോഴത്തെ സ്റ്റേജിൽ തിരിച്ചു പോകാൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു സാധനം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പണ്ടത്തെ പോലെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഡബിങ് മാത്രം ചെയ്യോ, ആക്ടിങ് മാത്രം ചെയ്യോ? അങ്ങനെയോ? ഏതാണ് കിട്ടുന്നത് അത് ചെയ്യും അല്ലേ. ഇതൊന്നും നമ്മൾ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര പടങ്ങൾ ചെയ്യണമെന്നോ ഇന്ന ആൾക്ക് ചെയ്യണമെന്നൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അങ്ങനെ വരുന്നത് നമ്മൾ ചെയ്യുന്നു. ആ ചെയ്യുന്നത് നമ്മൾ 100% സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്ന്, ഇതിനകത്ത് കണ്ണൂർ ഭാഷയാണ്, അത് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞിരിക്കുന്ന. ഞാനിങ്ങനെ പറയാൻ കണ്ണൂരാണ്, നന്നായിട്ട് പറയാൻ അറിയാം ഭാഷ. അതെന്താ വെച്ചാൽ ഞാൻ ജനിച്ചത് കണ്ണൂരാണ്. അപ്പൊ ഇപ്പൊ അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് നല്ലോണം പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. എന്റെ ഭാഷ എനിക്കത് അല്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ പോയി നമ്മൾ പറഞ്ഞാല് ഡബ്ബിങ് ആർട്ടിസ്റ്റ് അതൊരു വലിയ കഴിവാണ്. മനസ്സിലായി. ആ നാടിന്റെ ആ സ്ലാങ് പിടിച്ചു വരാൻ. ചില പടങ്ങളിൽ ഞാനങ്ങനെ ഇതില് റോമയ്ക്ക്
ചോക്ലേറ്റിൽ കോട്ടയം ഭാഷ അത് സച്ചി പറഞ്ഞു തന്നിട്ട് ചെയ്തതാണ്. ഓ അത് ശരി. അങ്ങനെ. ഈ ക്യാരക്ടറിന് ശരിക്കും ട്രിവാൻഡ്രം ഭാഷ പറയാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് കൃഷ്ണദാസ് ചോദിച്ചിരുന്നത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ തിരുവനന്തപുരം ആരും പറഞ്ഞു തന്നാൽ എനിക്ക് ചെയ്യാം, പക്ഷെ അതങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ. ചേച്ചിക്ക് ഏത് ഭാഷയെ മര്യാദക്കായി പറയാൻ പറ്റുക ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ണൂർ തലശ്ശേരി ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ്. സെറ്റ്. ആ സ്ഥലം പിന്നെ പിടിക്കാതെ. തലശ്ശേരി ആയിക്കോട്ടെ. ശ്രീകണ്ഠാപുരം. അങ്ങനെയാണ് അങ്ങനെ ആ സൈഡിലോട്ട് മാറിയത്. ഓക്കെ. ഭരതനാട്യത്തിൽ തുടങ്ങി മോഹിനിയാട്ടം, ഇനി അടുത്ത് കുച്ചിപ്പുടിയിലേക്കുള്ള സംസാരം ഉണ്ടോ? നിങ്ങളുടെ ടീമിനിടയ്ക്ക് സംസാരം ഉണ്ടോ? ഇല്ല, ഞങ്ങളിങ്ങനെ തമ്മിൽ പറഞ്ഞോണ്ടിരിക്കുന്ന അല്ലാതെ. അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്ന് പടം കണ്ടപ്പോ എനിക്ക് തോന്നുന്നത്. ഓക്കെ. അതെ അതെ. ആണോ? അതിലൊരു സ്കോപ്പ്, അതിൽ സ്കോപ്പ് ഉണ്ടോ? ഓക്കെ. കാരണം നമ്മുടെ ഡയറക്ടർ ബ്രില്യന്റ് ആണ്. അത് അദ്ദേഹത്തിന് ആ കഥയൊക്കെ എവിടെന്നെങ്കിലും മനസ്സിലായി. അല്ല, ഇതിൽ തന്നെ ഇപ്പൊ ഭരതനാട്യത്തിന് പോലും ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പ്, ഞാൻ പോലും സെക്കൻഡ് പാർട്ട് വരുന്നത് കേട്ടപ്പോ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആണോ, ബിക്കോസ് ഇതിന്റെ എഡിറ്റർ ഷഫീഖ്. അപ്പോൾ ഷഫീഖിനെ ഞാൻ തുടരുമിൻ്റെ സമയത്ത് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷഫീഖ് ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ അടുത്ത മോഹിനിയാട്ടത്തിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് സെക്കൻഡ് പാർട്ടിനുള്ളൊരു വകുപ്പ് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കൊരു ഇത്. പക്ഷെ ഇന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര കൺവിൻസ്ഡ് ആണ്. ജെന്യൂൻ ആയിട്ടുണ്ടല്ലോ അല്ലേ. പക്ഷെ വേറൊന്ന്, കൃഷ്ണദാസിന്റെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലല്ല, പക്കയായിരിക്കും. ഓക്കെ. അത് മൊത്തം പടത്തി കാണും. മനസ്സിലായി. എന്നുവെച്ചാൽ ചേച്ചി ഉദ്ദേശിച്ച് എടുക്കുന്നത് അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യേണ്ടത് എടുക്കുന്നുള്ളൂ. പ്രിപ്പയർഡ് ആണ്. അനാവശ്യ ഷോർട്സ് ഒന്നുമില്ല. ചില സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സും ഭയങ്കര ബോണ്ട് വേണ്ടതൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഒരു ഗ്രൂമിങ് സെഷൻ ഉണ്ട്, ഒരുമിച്ച് എല്ലാവരും കൂടെ വന്ന് കുറച്ച് കാലം. ഇപ്പോൾ ഇതിനകത്ത് എസ്പെഷ്യലി നിങ്ങൾ തമ്മിലുള്ള ഭയങ്കര സിങ്ക്, പടത്തിനകത്ത് ഭയങ്കര സിങ്കാണ്. ഈ പറയുന്ന പോലെ മൂത്ത മരുമക്കളുടെ ഇടയിലും ഈ പറയുന്ന പോലെ ട്വിൻസ് പയ്യന്മാരുടെ ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള റാപ്പും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രീ വർക്ക്ഔട്ട് പോലെ എന്തെങ്കിലും സാധനം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന. ഇപ്പൊ ഓരോരുത്തർ ജോലി കഴിഞ്ഞ് ക്യാരവനിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അറ്റാച്ച്മെന്റ് വരില്ല. ഫോണും നോക്കിയിരിക്കുമ്പോ നിങ്ങളാരോ ഞങ്ങളാരോ. ഇവിടെ അതല്ല, ഒന്നിച്ചിരുന്ന് അമ്മയും മക്കളും അങ്ങനെ തന്നെയാ വിളിക്കുന്നേ. നിങ്ങളെല്ലാം ഷൂട്ടിനാണോ ഫസ്റ്റ് എല്ലാരും ഒരുമിച്ച് കാണുന്നത്? ആ, ഷൂട്ടിൽ കാണുന്നു. പക്ഷെ അപ്പം മുതൽ അമ്മയെന്നാ വിളിക്കുന്നത്. ശരി. തമ്മി എല്ലാരും അമ്മയെന്ന് തന്നെയാണ്. നമ്മുടെ ഈ ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയും പിന്നെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ചേച്ചിക്കാണ്. ആ ചേച്ചി തന്നെ ഏറ്റവും ഡൗൺ ടു എർത്ത് ആണ്. അപ്പം നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ ചേച്ചി ഒരു ജാടയിട്ട് ഇരുന്നു എന്ന് വെച്ചോ, നമ്മളാരും അങ്ങോട്ടേക്ക് അടുക്കില്ലല്ലോ. ആ ചേച്ചി ഗുഡ് മോർണിംഗ് ഇത്രയല്ലേ ഉണ്ടാവും. ചേച്ചി അങ്ങനെയല്ല. ചേച്ചി നമ്മൾ വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിഷ് ചെയ്തില്ലെങ്കിൽ ആദ്യം മോളെ ഗുഡ് മോർണിംഗ് എന്ന് ഇങ്ങോട്ട് പറയും. ഡൗൺ ടു എർത്ത് ആണ് ചേച്ചി. അപ്പൊ ആ സ്നേഹമാണ് നമുക്ക് എല്ലാവരിലും. അത് സിൻസിയറായിട്ട് ഇത് ഭരതൻ നായരാണ്, സത്യമല്ല. ആരെയും പോവാൻ സമ്മതിക്കില്ല. തമ്മി അങ്ങനെ ഇരിക്കുമ്പോഴേ മക്കളാണ് മരുമക്കൾ അറ്റാച്ച്മെന്റ് വരും. അതുകൊണ്ട് പിള്ളേരാരും ദിവ്യയാണെങ്കിലും ശ്രുതിയാണെങ്കിലും എല്ലാരും. സെറ്റിൽ സൈജുവിന് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടായിരുന്നു. സൈചേട്ടന് ഈ പറഞ്ഞ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ഇല്ല. പ്രൊഡ്യൂസർ ആണെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അത്രയ്ക്കും കൂള. ആ, ഞങ്ങളിൽ ഒരാൾ മാത്രം, ഞങ്ങളുടെ ശശി. അത്രേ ഉള്ളൂ. ഇത്രയും നല്ലൊരു പയ്യൻ, നല്ല സ്വഭാവം മാത്രമല്ല, അവിടെ നിൽക്കുന്നതും എല്ലാം പ്രൊഡ്യൂസറായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ശ്രീ ചേച്ചിയുടെ നോക്കുകയാണെങ്കിൽ ഒരു 3 ജനറേഷൻ ഓഫ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ചേച്ചിയുടെ മദർ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു, മോള് ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, യോർ സെൽഫ് ഒരു എസ്റ്റാബ്ലിഷ് ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ആസ് ഓഫ് നൗ നമ്മളിനി നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ, നെക്സ്റ്റ് സ്റ്റേജ് ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് എന്താണ് സ്വപ്നം? ഡബ്ബിങ് എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് ഡബ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം അമ്മമാർക്ക് വിളിക്കുമ്പോൾ പോലും എൻ്റെ വോയിസ് സൂട്ടാവാതെ എന്നെ റിജക്റ്റ് ചെയ്യലാണ്. ഇല്ല, ഇത് കാവ്യെ പോലെ തോന്നുന്നു, ഇവരെ പോലെ തോന്നുന്നു, അവരെ പോലെ തോന്നുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പം എനിക്ക് വരണ ആവശ്യമുണ്ട് സമയത്ത് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാവരും കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ഫിഗർ ഇതാണ്, ഞാനാണ് ഈ തള്ളാന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ തെറിവിളിയില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഈ തള്ളയ്ക്ക് കാവ്യയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്, എന്തിനാ കാവ്യക്ക് ഡബ് ചെയ്ത, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇവർക്ക് ചെയ്തെന്ന് പറഞ്ഞ് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി ഇവരാണ് ഈ പിന്നെ ശബ്ദത്തിന്റെ പുറകിൽ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ ജനങ്ങളൊക്കെ എന്നെ സമാധാനമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് കണ്ടിട്ട് അനൂപ് സത്തിനോട് ചോദിച്ചോ ഇത് ഇങ്ങനെ വരുമെന്ന് വല്ല ഊഹിച്ചിരുന്നോ, എന്തിനായിരുന്നു? അനൂപ് വളരെ മസ്റ്റ്. അനൂപ് പറഞ്ഞിരുന്നു, ടീമിലുള്ള കുറെ പേര് പറഞ്ഞു ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കണ്ട, പിന്നെ കാവ്യെ പോലെ തോന്നും, അത് മിസ്
മിസ്മാച്ച് ആകും, വേണ്ടാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അനൂപിന് വളരെ എന്താ പറയുക മസ്റ്റായിട്ട് ഞാൻ തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി നല്ല ബേസ് ഇട്ടിട്ട് വേണം ഡബ്ബിയെ മാറ്റി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു അനുവാദം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇല്ലെങ്കിൽ വേറെ ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. വേറൊരു ആർട്ടിസ്റ്റ് നന്നായി ചെയ്യൂല എന്നല്ല, എന്നാലും നമ്മൾ ഇത്രയും പടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് എനിക്ക് എൻ്റെ ശബ്ദം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ സങ്കടമല്ലേ. അപ്പൊ അങ്ങനെ അനൂപിന് വലിയ താങ്ക്സ്, അത് അങ്ങനെ തുടങ്ങി കിട്ടിയത്. ഒരു ഡയറക്ടർ അങ്ങനെ നിന്നാലേ നമ്മളിലുള്ള കഴിവ് നമുക്ക് മനസ്സിലാവും, നമുക്ക് ആ കോൺഫിഡൻസ് വരുള്ളൂ. ഭരതനാട്യത്തിൽ അവളുടെ അറിവിൽ ഫസ്റ്റ് റോഷൻ ആൻഡ് റോസ് ചേച്ചി തന്നെ ചെയ്താൽ മതി ഡബിങ്. അതിനായിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ഡയറക്ടർക്ക് ആ വിശ്വാസമില്ല. കൃഷ്ണദാസ് അതല്ല, ചേച്ചി തന്നെ, ഞാൻ വരണ്ട മക്കളെ, വേണ്ട വേറെ ആരെങ്കിലും കൊണ്ട് പറ്റൂല, ചേച്ചി തന്നെ ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ ഒരു എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം, എന്നെ കൊണ്ട് പറ്റും. ചെറുകുടിഞ്ഞ കിനാവളിലും ചേച്ചിയുടെ വോയിസ് തന്നെയല്ലേ അല്ലേ? എനിക്ക് അന്നാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ കാലം ശേഷം പിന്നെ ചേച്ചിയുടെ ആക്ച്വൽ വോയിസ് വെച്ചിട്ട് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ചെറുകുടിഞ്ഞ കിനാവളിലായിരുന്നു. അതാ പറഞ്ഞ ഡയറക്ടറുടെ കയ്യിലാണ്. ഓ ശരി. എനിക്ക് ഈ വോയിസ് മതി, അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നൊരു ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും അത് രക്ഷപ്പെട്ടു. ഇപ്പൊ കലച്ചേച്ചിയോട് ചോദിക്കുകയാണ്, ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഞാൻ മുമ്പും അങ്ങനെ ഒരാളല്ല, ഡ്രീം ചെയ്യുന്ന ഒരാളല്ല. അല്ല, ഉർവശിയാണെങ്കിലും കൽപ്പനയാണെങ്കിലും അവർ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അവർ ഇന്ന ക്യാരക്ടർ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറല്ല. കിട്ടുന്ന ക്യാരക്ടർ ചെയ്യുക, അത് എനിക്കിഷ്ടപ്പെടണം. ആ ക്യാരക്ടർ എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇപ്പം ചിലപ്പോൾ ചെറുതായിരിക്കും, എങ്കിലും എനിക്ക് ഇഷ്ടമായിരിക്കും. ആ പറഞ്ഞ രീതിയും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണം, അങ്ങനെ ഞാൻ മക്കളെ അന്നും ചിന്തിച്ചിട്ടില്ല, ഇന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇനി അടുത്ത വലിയ വലിയ ക്യാരക്ടേഴ്സിൽ നിങ്ങൾ രണ്ടുപേരെയും കാണുമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും വരട്ടെ. ഇപ്പോൾ സൈച്ചിയുടെ കേസിൽ ആസ് ഡബിങ് ആർട്ടിസ്റ്റ് ആൻഡ് ആസ് ആക്ടർ, കലച്ചിയുടെ കേസിലും ഒരുപാട് നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM ആൻഡ് കൺഗ്രാജുലേഷൻസ്. മോഹിനിയാട്ടം അടിപൊളിയാണ്, നിങ്ങളുടെ ആട്ടം അതിൽ ഡിസ്കസ് ചെയ്യപ്പെടട്ടെ. താങ്ക് യു മക്കളെ, നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പടം വിജയിപ്പിച്ച് തരിക. മോഹിനിയാട്ടം നിങ്ങളുടെ കയ്യിലാണ്. ഷുവർ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിജയിപ്പിച്ച് അടുത്ത കുച്ചിപ്പുടിയിലേക്ക് എത്തണം. ഓ കുച്ചിപ്പുടി അത് കഴിഞ്ഞിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്, അതിലേക്ക് എത്തിക്കാം. അത് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് വെച്ചായിരിക്കും അതിന്റെ ടൈറ്റില്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. നൈസ്. അപ്പോൾ മോഹിനിയുടെ ആട്ടം ആൾക്കാരെല്ലാം കണ്ട് നല്ല അഭിപ്രായങ്ങൾ വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു മക്കളെ, താങ്ക് യു, നന്നായിരിക്കട്ടെ.